അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത, അൽഹംദുലില്ലാ നമ്മളിപ്പോൾ ഉള്ളത് ദമാം സ്റ്റുഡിയോയിലാണ്. പീസ് റേഡിയോ ദമാം സ്റ്റുഡിയോയിലാണുള്ളത്. ഇന്നത്തെ അതിഥി ബഹുമാന്യനായ അസ്ഹർ അബ്ദുൾ റസാഖാണ്. പാലക്കാട് സ്വദേശി, പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി സ്വദേശിയായ അസ്ഹർ അബ്ദുൾ റസാഖാണ്. അദ്ദേഹം ഡൽഹി IIT-യിൽ നിന്നും മാസ്റ്റർ ബിരുദമെടുത്ത, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിടെക് എടുത്ത് നാട്ടിലുള്ള ഒരു കമ്പനിയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹെഡായി വർക്ക് ചെയ്യുന്നു. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആ ഒരു മേഖലയിലല്ല, അദ്ദേഹത്തിൻ്റെ ദഅവ മേഖലയിലുള്ള ചില കാര്യങ്ങളാണ് നമ്മളിന്ന് കൂടിക്കാഴ്ചയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ, വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമാരിൽ ഒരാളാണ് ബഹുമാന്യനായ അസ്ഹർ അബ്ദുൾ റസാഖ്. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് പീസ് റേഡിയോയ്ക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെയധികം സന്തോഷമുണ്ട്. ഒരു ഹ്രസ്വ സന്ദർശനത്തിൽ ഈ സൗദി അറേബ്യയിൽ വന്നപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സ്റ്റുഡിയോയിൽ വരാൻ കാണിച്ച ഈ മനസ്സിന് അള്ളാഹു താങ്കൾക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. താങ്കളുടെ എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ മുന്നേറാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായ ബഹുമാന്യനായ അസ്ഹർ അബ്ദുൾ റസാഖ്, കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ ഭയങ്കര കൺസേൺ ആണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു അവസ്ഥയിൽ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ നാട്ടിലുള്ളവരാണെങ്കിലും ഇവിടെയുള്ളവരാണെങ്കിലും രക്ഷിതാക്കൾ വളരെയധികം കൺസേൺ ആണ്. ഈ ഒരു അവസരത്തിൽ വിസ്ഡം സ്റ്റുഡൻസ് എന്ന ഓർഗനൈസേഷൻ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആണല്ലോ. എന്താണ് സമൂഹത്തോട് വിസ്ഡം സ്റ്റുഡൻസിന് ഓഫർ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. യെസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം മക്കളെന്ന് പറയുന്നത് ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വല്ലാത്തൊരു അനുഗ്രഹം കൂടിയാണ്. മക്കളെന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയോടു കൂടി നമ്മൾ നോക്കിക്കാണുന്ന, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള അമൂല്യമായ സമ്പത്താണ് മക്കളെന്ന് പറയുന്നത്. ആ നിലയ്ക്ക് ഏതൊരു രക്ഷിതാവിനെയും സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചിന്തയിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ, മക്കളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അവരുടെ വളർന്നു വരുന്ന ഓരോ ചലനങ്ങളും നമ്മൾ ഭയങ്കര ഒരു പ്രതീക്ഷയോടു കൂടിയാണ് നോക്കുക. ഒരു ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുമ്പോഴും ആദ്യത്തെ വാക്ക് പറയുമ്പോഴും അതുപോലെ തന്നെ അവരുടെ പഠനത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ ഒക്കെ വളരെ കൺസേൺഡ് ആണ് ഈ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം. മനസ്സിൽ കൊത്തിവെക്കും. അതെ, യെസ്, തീർച്ചയായും. അപ്പോൾ ആ നിലയ്ക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മക്കളെ വളർത്തുമ്പോൾ ഈ പ്രതീക്ഷകളോട് അതുണ്ടാകുമ്പോൾ തന്നെ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ കൂട്ടത്തിൽ ഒരുപാട് ആശങ്കകൾ കൂടി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ചുറ്റുപാടിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മക്കളെ വളർത്തി ഏതൊരു രംഗത്തുനിന്ന പോലെ മക്കളെ വളർത്തുന്നതിലും വലിയ പിന്നെ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ പറയപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു സംഗതിയാണ്. എന്തായിരുന്നാലും ഈ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഒരു പരിഹാരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കൾ. ഞാൻ മനസ്സിലാക്കുന്ന അവിടെയാണ് വിസ്ഡം സ്റ്റുഡൻസ് പോലെയുള്ള ഒരു കൂട്ടായ്മ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള വിസ്ഡം സ്റ്റുഡൻസ് പോലെയുള്ള ഒരു കൂട്ടായ്മ, അതിൻ്റെ പ്രവർത്തനങ്ങൾ പ്രസക്തമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിക്കുന്ന പരിസരങ്ങൾ, അത് സ്കൂള്, ക്യാമ്പസ്, ഹോസ്റ്റൽ, അതുപോലെ തന്നെ അവരുടെ സൗഹൃദ വലയങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ഇടങ്ങളിൽ അവർ നേരിടുന്ന ധാർമ്മികമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അവരുടെ കരിയർ സംബന്ധമായിട്ടുള്ള, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആശങ്കകളുണ്ട്. അപ്പോൾ ആ രംഗത്തെല്ലാം ഒരു സൊല്യൂഷൻ ആവാനാണ് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ശ്രമിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അവരുടെ പിന്നെ ഭാവിയിലേക്കുള്ള കരിയർ സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിസ്ഡം സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഹൈക്യു എന്ന് പറഞ്ഞിട്ട് അക്കാഡമിക് വിങ്, ആ രൂപത്തിൽ അങ്ങനെയുള്ള
ഗൈഡൻസ് നൽകാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ധാർമ്മികമായി അവർ നേരിടുന്ന ചുറ്റുപാടിൽ നിന്നുള്ള ഒരുപാട് ദുസ്വാധീനങ്ങൾ, അതിനൊക്കെ ഒരു പരിഹാരമായിക്കൊണ്ട് അവർക്ക് യഥാർത്ഥത്തിലുള്ള നേർവഴി കാണിച്ചു കൊടുക്കാൻ ഒരു മോറൽ ഗൈഡൻസ് നൽകുന്ന ആ രൂപത്തിലുള്ള ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മുടെ അജണ്ടകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, സദാസമയം നമ്മുടെ ചിന്തകളിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. ആ നിലയ്ക്ക് രക്ഷിതാക്കൾ എന്താണോ കുട്ടികളെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് ആ രംഗത്തെല്ലാം ഉള്ള പരിഹാരം നിർദ്ദേശിക്കുക മാത്രമല്ല, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് മാത്രമല്ല, പ്രാക്ടിക്കലായി പരിഹാരങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയും രക്ഷിതാക്കൾക്ക് എത്തിക്കുകയും അവരുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ വിസ്ഡം സ്റ്റുഡൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന അത് പല വിഭാഗങ്ങളുണ്ട്. യൂത്ത് ഉണ്ട്, വനിത ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കാര്യമായി നമ്മൾ ഇടപെടേണ്ട ഒരു ഏരിയയാണ് കുട്ടികളുടെ. കാരണം ഈ കുട്ടികളാണല്ലോ ഭാവിയിലെ തലമുറ, വളർന്നു വരുന്ന ഒരു തലമുറയാണ്, ഭാവിയുടെ പ്രതീക്ഷകളാണ്. അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള തൗഫീക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അതേസമയം ഒരു ആശങ്ക എനിക്ക് മാത്രമല്ല രക്ഷിതാക്കളായ പലരും പങ്കുവെക്കുന്നതാണ്. സ്വന്തം വീട്ടിലെ 4 മക്കളുണ്ടെങ്കിൽ ആ 4 മക്കളെ ഒരു മണിക്കൂർ നേരം നമ്മളൊന്ന് ഒരുമിച്ചിരുത്താൻ വേണ്ടി ശ്രമിച്ചാൽ ഇന്ന് കഴിയുന്നില്ല. അവർ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടൊക്കെ ആയിട്ട് അവരെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ പല രക്ഷിതാക്കളും പങ്കുവെക്കാറുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു കേരളത്തിലുള്ള കുട്ടികളെ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ഈ ഒരു അത്ഭുതം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അൽഹംദുലില്ലാ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തൗഫീഖാണ്. കാരണം നമ്മൾ എത്ര പരിശ്രമിച്ചാലും ആ പരിശ്രമം കൊണ്ടല്ല നമ്മൾ വിജയത്തിലെത്തുന്നത്. അള്ളാഹുവിൻ്റെ ഒരു സഹായം, റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള വല്ലാത്തൊരു തൗഫീഖാണ് നമ്മളെ ആ ഒരു സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ യഥാർത്ഥത്തിൽ വളരെ അപ്രായോഗികമായിട്ടുള്ളൊരു സംഗതിയാണ്. വളരെ ചെറിയ കുട്ടികൾ മുതൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിത്വം എന്ന് പറഞ്ഞാൽ ഒരു PhD അല്ലെങ്കിൽ അതിന് മുകളിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ്, PDF വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന വളരെ വൈഡായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് വിദ്യാർത്ഥി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. അതെ, വ്യത്യസ്ത പ്രായക്കാർ. അതിൽ തന്നെ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീം പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ തന്നെ അതിന് വേറെ വേറെ കാറ്റഗറികളും സംഗതികളും, പിന്നെ എവിടെ പഠിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ഇപ്പോൾ കേരളത്തിൽ തന്നെ പഠിക്കുന്ന കുട്ടികളുണ്ട്, ഔട്ട് ഓഫ് സ്റ്റേറ്റ് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ വളരെ വൈഡായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്ന കുട്ടികൾ വരെ ഒരുമിച്ചിരുത്തുകയും അവർക്കെല്ലാവർക്കും സെയിം കണ്ടന്റ് കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രാക്ടിക്കലായ രൂപത്തിൽ ഇതിൽ തന്നെ കൂടുതൽ സെഗ്മെൻറ്റുകളായിട്ട് ഈ കുട്ടികളെ, വിദ്യാർത്ഥികളെ നമ്മൾ തിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപം അതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ കുട്ടികൾക്ക് വേണ്ടി, ഒരു 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ബാലവേദി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വളരെ ഗൗരവത്തിലുള്ള ഒരു സ്പീച്ചോ മറ്റോ എല്ലാവർക്കും വേണ്ടി വരാം. അവർക്ക് കഥകളിലൂടെ, പാട്ടുകളിലൂടെ സരസമായി കാര്യങ്ങൾ അവതരിപ്പിച്ച് ഒരു ആസ്വാദനത്തിൻ്റെ തലത്തിലൂടെ അവരെ നന്മയുടെ പിന്നെ വഴിയിലേക്ക് ചേർത്ത് നിർത്തുകയായിരിക്കും വേണ്ടി വരാം. ആ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കുട്ടികളെയായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കുട്ടിയെ പോലെ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുന്നത്. അത് ഇവിടെയും അത് തന്നെയാണ് വേണ്ടത്. ആ നിലക്ക് ലക്ഷ്യം പിന്നെ ഒന്നായിരിക്കും. അതെ, ലക്ഷ്യം ഒന്നാണ്. കണ്ടന്റുകൾ വേറെ ആണെങ്കിലും നമ്മുടെ ലക്ഷ്യം ഒന്നായിരിക്കും. അതെ. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ബാലവേദി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. പിന്നെ ഒരു മദ്രസ പ്രായമൊക്കെ കഴിയുന്നതോട് കൂടി ഇപ്പോഴത്തെ ഒരു അക്കാഡമിക് സിസ്റ്റം, സ്കൂളിലെ വിദ്യാഭ്യാസവും കാര്യങ്ങളും അതിൻ്റെ ഒരു ടൈമിംഗ് ഒക്കെ വെച്ചിട്ട് പൊതുവെ ഒരു 5ാം ക്ലാസ് വരെ, മാക്സിമം പോയ ഒരു 8ാം ക്ലാസ് വരെ, അതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി നമ്മൾ ആഴ്ചയിൽ ഒരു 1.5 മണിക്കൂർ ഒരു CRE എന്ന് പറയുന്ന കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്നുള്ള പേരിൽ ഒരു സംവിധാനം പ്രാദേശികമായി അഫിലിയേറ്റഡ് സെൻറ്ററുകളിലൂടെ നമ്മൾ പിന്നെ അതിന് പ്രത്യേകം തയ്യാറാക്കിയ മൊഡ്യൂളുകളുണ്ട്. സെമസ്റ്റർ സംവിധാനമായിക്കൊണ്ട്, സർട്ടിഫൈഡ് കോഴ്സ് ആയിക്കൊണ്ട് ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മിനിറ്റ്, ഈ CRE എന്നുള്ളതേ പലപ്പോഴും പല രക്ഷിതാക്കളും ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നതാണ്. എന്താണ് ഒന്നും കൂടി ഒന്ന് വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ റേഡിയോ കേൾക്കുന്ന പല അവരുടെ മക്കളെ, ആ പ്രായത്തിലുള്ള
മക്കളെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ളൊരു സ്ഥലത്ത് എത്തിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. CRE എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും കൂടെ CRE അൽഹംദുലില്ലാ നമ്മുടെ ഞാൻ മനസ്സിലാക്കുന്ന കുറച്ച് തലമുറകളായിട്ട് ഇപ്പോൾ നേരത്തെ തന്നെയുള്ള നമ്മുടെ മുൻഗാമികളായിട്ടുള്ള മുമ്പ് പിന്നെ ഈ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാന രംഗത്തൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്ന നമ്മുടെ മുൻഗാമികൾ അവർ ചെയ്തു വെച്ച വല്ലാത്തൊരു ഇടപെടലാണ്. വലിയ ഒരു സ്റ്റെപ്പായിരുന്നു CRE എന്ന് പറയുന്നത്. അപ്പോൾ ഈ മദ്രസ പ്രായം കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതാണ് അതിൻ്റെ ലക്ഷ്യം. അവർക്ക് ഒരു മത പഠനം തുടർത്തി കൊണ്ടുപോകാനുള്ള ഒരു വേദി, അതാണ് യഥാർത്ഥത്തിൽ CRE. അതിൻ്റെ പേര് പോലെ തന്നെ കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ. അപ്പോൾ അവർക്ക് സ്കൂൾ പഠനത്തിൻ്റെ ഒപ്പം മറ്റുള്ള അക്കാഡമിക്സ് പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒഴിവു ദിവസം ഞായറാഴ്ചകളിലാണ് പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വ്യവസ്ഥാപിതമായിട്ട് ഈ അടുത്ത കാലത്താണ് നമ്മളതിനെ ഒരു സെമസ്റ്റർ വൈസായിട്ട് തിരിച്ച് ആ സെമസ്റ്ററിലേക്ക് ഒരു കോഴ്സ് വർക്ക്. അപ്പോൾ കഴിഞ്ഞ ഒരു സെമസ്റ്ററിലെ കോഴ്സ് വർക്ക് വിശ്വാസിയുടെ നിസ്കാരം എന്ന് പറയുന്ന ഒരു വിഷയത്തിലായിരുന്നു. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ 19ഓളം ചാപ്റ്ററുകൾ വരുന്ന ഒരു പുസ്തകം അച്ചടിച്ചിറക്കിയ ഒരു പുസ്തകം, അത് നമ്മുടെ കുട്ടികൾക്കെല്ലാം ലഭ്യമാകുന്ന രൂപത്തിൽ നമ്മളത് ഇറക്കി. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ആഴ്ചയിലും ക്ലാസ്സുകൾ, ഓരോ ചാപ്റ്ററുകൾ പൂർത്തീകരിക്കുന്നു. സെമസ്റ്റർ കഴിയുന്നതോടുകൂടി ആ കോഴ്സ് വർക്കിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യും, ഒരു മൂല്യനിർണ്ണയം, ഒരു ഇവാലുവേഷൻ നടത്തും, എക്സാം നടത്തും. അപ്പോൾ പിന്നെ അതൊക്കെ സ്റ്റേറ്റ് സമിതി, അതിനൊരു CRE വിങ് നമുക്കുണ്ട്. ആ വിങ് തയ്യാറാക്കി നൽകുന്ന പിന്നെ ഒരു പരീക്ഷ അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ഇതുണ്ടാകുക. അതിൽ പിന്നെ ഉയർന്ന മാർക്ക് നേടുന്ന കുട്ടികൾക്ക് ഒരു സർട്ടിഫിക്കറ്റും കോഴ്സ് സർട്ടിഫിക്കറ്റും നമ്മൾ നൽകുന്നു. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും? യെസ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ. അൽഹംദുലില്ലാ ചില സ്ഥലങ്ങളിലൊക്കെ പെൺകുട്ടികൾക്ക് പ്രത്യേകമായി, ആൺകുട്ടികൾക്ക് പ്രത്യേകമായി ആ രൂപത്തിൽ തന്നെ നടക്കുന്നുമുണ്ട്. ഇപ്പം റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെമസ്റ്ററിൽ നന്മ പൂക്കുന്നിടം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് നല്ലൊരു തർബിയത്ത് നൽകുന്ന, അവരുടെ ബന്ധങ്ങൾ, അള്ളാഹുമായിട്ടുള്ള ബന്ധം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിശ്വാസി എങ്ങനെയാണ് കാണേണ്ടത്, മാതാപിതാക്കൾ, സൗഹൃദങ്ങൾ, അങ്ങനെ ഒരു അങ്ങനെ ഒരു കുട്ടി ഇടപെടുന്ന എല്ലാ രംഗത്തും അവന് നന്മകൾ വിരിയിക്കാൻ കഴിയുന്നു. അതാണ് നന്മ പൂക്കുന്നിടം എന്നുള്ളൊരു പേര് തന്നെ നമ്മളതിന് ഇട്ടത്. അപ്പോൾ അതൊരു ടെക്സ്റ്റ് ബുക്കായിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ 200-ലധികം അഫിലിയേറ്റഡ് സെന്ററുകൾ നമുക്ക് കേരളത്തിലും പിന്നെ പുറമെ ഇവിടെ സൗദി അറേബ്യയിലടക്കം ജുബൈലിലും മറ്റുമൊക്കെ, പിന്നെ മസ്കറ്റ്, റുവി, അവിടെ നമുക്ക് സെന്ററുണ്ട്. അൽഹംദുലില്ലാ ആ രൂപത്തിൽ വളരെ ഭംഗിയായത് മുന്നോട്ട് പോയിട്ടുണ്ട്. ആയിരക്കണക്കിന് കുട്ടികൾ ഓരോ ആഴ്ചയിലും അതിൽ നമ്മുടെ ഈ ഒരു പഠനത്തിന്റെ ഭാഗമാകുന്നു. അള്ളാഹുവിന്റെ വല്ലാത്തൊരു അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ. ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ CRE ഉണ്ടല്ലോ, ഇവിടെ കുറേ രക്ഷിതാക്കൾക്ക് അത് പിന്നെ ഉപയോഗിക്കാത്ത രക്ഷിതാക്കൾക്ക് ഉപയോഗിക്കാനുള്ള അവസരം കൂടിയാണത്. യെസ്, അതുപോലെ തന്നെയാണ് അൽഹംദുലില്ലാ. അതുപോലെ തന്നെയാണ് നമുക്ക് പിന്നെ ഈ കോളേജ് തലത്തിലേക്ക് എത്തിയ കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ പദ്ധതികൾ നമുക്കുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പാണ്, മാസങ്ങൾക്ക് മുമ്പാണ് പ്രോഫ്കോൺ, ലാസ്റ്റ് പ്രോഫ്കോൺ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. അൽഹംദുലില്ലാ വളരെ മനസ്സ് നിറയുന്ന, കൺകുളിർമ നൽകുന്ന കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ. 3 ദിവസത്തെ ഒരു ക്യാമ്പ് ആയിക്കൊണ്ട് ഇന്ന് അങ്ങനെ കുട്ടികളെ നമുക്ക് ഒരുമിച്ച് ഇരുത്താൻ കഴിയുക എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മളെ പുറത്തുനിന്ന് നോക്കി കാണുന്നവർക്കും നമുക്ക് തന്നെയും വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖ് തന്നെയാണത്. അതുപോലെ തന്നെ മറ്റുള്ള പ്രോഗ്രാമുകൾ, ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അറബിക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേക കോൺഫറൻസുകളായി തന്നെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു കൗമാര പ്രായക്കാർ, ഇപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞ വിദ്യാർത്ഥി പ്രായത്തിനിടയിൽ ഒരു കൗമാര പ്രായക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾക്ക് വലിയ കൺസേണുകൾ, ടീനേജ് പ്രായക്കാർ. അപ്പോൾ അവർക്ക് ടീൻ സ്പേസ് എന്നുള്ള പേരിൽ ഒരു കൂട്ടം പദ്ധതികൾ, ഒരു കൂട്ടം പ്രോഗ്രാമുകൾ, ടീൻ സ്പേസ് ഹയർ സെക്കൻഡറി കോൺഫറൻസ് അതുണ്ട്. അതുപോലെ തന്നെ വേറെയും സ്കൂൾ കേന്ദ്രീകരിച്ചും മറ്റൊക്കെയുള്ള ഒരുപാട് പദ്ധതികൾ അവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്നുണ്ട്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും പല പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റേഷനാണ് നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട, കൂടുതൽ ഫലപ്രദമാകാനുള്ള ഒരു മാർഗമായി നമ്മൾ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഓരോ സെഗ്മെൻറ്റിലും ഓരോ വകുപ്പുകളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അൽഹംദുലില്ലാ ആ വകുപ്പുകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന സംസ്ഥാന ഭാരവാഹികളടക്കം അവരുടെ നേതൃത്വത്തിൽ ഒരു വകുപ്പ് വിങ് സംവിധാനം, കുറേ എക്സിക്യൂട്ടീവ്സ് അതിൽ വർക്ക് ചെയ്യുന്നു. ഒരു നല്ല
നല്ല ടീമിൻ്റെ ഒരു നല്ല ടീം വർക്കാണ് എല്ലാത്തിനും ഉപരി ആയിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ്. പിന്നെ നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ, വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ്റെ ഒക്കെ അവരുടെ സഹായം, അവരുടെ ഗൈഡ് ലൈൻസ് ഇത് വളരെ പ്രധാനമാണ്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ യുവാക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നേരിട്ടിട്ടില്ലാത്ത കുറേ പ്രശ്നങ്ങളും ഒരു തലമുറ മാറുമ്പോൾ ഉണ്ടായ ഒരു കാലഘട്ടത്തിൻ്റെ വലിയ മാറ്റമുണ്ട്. അപ്പോൾ വളരെ ഫോർസൈറ്റഡ് ആയിട്ട് ദീർഘദൃഷ്ടിയോട് കൂടി നമുക്ക് ഗൈഡ് ലൈൻസ് നൽകുന്ന നമ്മുടെ ഒരു നേതൃത്വം, അതും ഇതിൻ്റെ ഒക്കെ ഒരു വലിയ ഭാഗം തന്നെയാണ്. അൽഹംദുലില്ലാ, അവർക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ. ഈ ഒരു അവസരത്തിൽ നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഒരു കൂട്ടായ്മ അതിൻ്റെ നല്ല രീതിയിൽ ഇനിയും ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവട്ടെ. തീർച്ചയായും ഇവിടെ നമ്മളിപ്പോൾ പിന്നെ കുട്ടികളുടെ എന്താണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സ്റ്റുഡൻസ് വിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏകദേശം ഒരു ധാരണയാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. അപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പല രക്ഷിതാക്കളും നമ്മളോട് പറയാറുള്ളൊരു ഇതാണ്, എൻ്റെ മകനെ ഞാൻ അതിന് പറഞ്ഞയക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു, എൻ്റെ മകളെ ഞാൻ അതിന് പറഞ്ഞയക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു, അവർ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിൽ നിങ്ങൾ ഇത്രയും പിന്നെ കുട്ടികളെ എങ്ങനെ ഒരുമിച്ചിരുത്തുന്നു എന്നുള്ളതൊന്നും കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. പറഞ്ഞാൽ കേൾക്കണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി. അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ പോലും കുട്ടികളെ ഉൾക്കൊള്ളാൻ ഓരോ റീസൺ പറഞ്ഞിട്ട് പിന്നെ അവരുടെ ഒരു എന്താ പറയുക ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ രൂപത്തിൽ അതായിരിക്കാം ഒരു പക്ഷേ രക്ഷിതാക്കൾ ഇങ്ങനെ പറയണത്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇന്നത്തെ ഒരു കാലഘട്ടം കുറേ മാറിയിട്ടുണ്ട്. ഇപ്പം ഞാനൊക്കെ എൻ്റെ ഒരു ചെറുപ്പത്തിലുണ്ടായിരുന്ന അവസ്ഥ അല്ല ഇപ്പോഴത്തെ കുട്ടികൾ. പിന്നെ അവർ മുന്നോട്ട് പോകുന്നൊരു രീതി അതല്ല. മാനസികാവസ്ഥകൾ മനഃശാസ്ത്രപരമായിട്ട് തന്നെ പുതിയ ജനറേഷനിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ കുറേ കാരണങ്ങളുണ്ട്. ഒന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ അതിപ്രസരം ഇന്ന് ഭയങ്കരമായിട്ടുണ്ട്. കോവിഡ് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ മുതിർന്ന ആളുകൾക്ക് തന്നെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സമയത്ത് തീർച്ചയായും അവരിലും വലിയ മാറ്റങ്ങൾക്ക് കോവിഡ് പോലുള്ള സാഹചര്യങ്ങൾ കാരണമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം മാറ്റങ്ങൾ മനഃശാസ്ത്രപരമായിട്ടും മറ്റൊക്കെയുള്ള ഈ ഒരു തലമുറയിലുള്ള മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. മുതിർന്നവർ എന്നുള്ള നിലയ്ക്ക് നമ്മളത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അങ്ങനെ ഉൾക്കൊണ്ട് അവർക്ക് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് നമ്മൾ എടുക്കുമ്പോൾ കുട്ടികൾ കേൾക്കാൻ തയ്യാറാണ് എന്നുള്ളത് ഒരു പിന്നെ മുഴുവൻ തിന്മയാണ് അല്ലെങ്കിൽ ഒരു നന്മയോടും കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ അല്ല. നേരെ മറിച്ച് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളോടൊക്കെ ഒരു നല്ല അപ്രോച്ച് തന്നെയാണ് ഉള്ളത്. പക്ഷേ അതിനെ ടാപ്പ് ചെയ്യാനും ആ നിലക്ക് ഉപയോഗപ്പെടുത്താനൊക്കെ നമുക്ക് കഴിയുന്നിടത്ത് പ്രായോഗികമായ ചില ഇടപെടലുകൾ, ചിന്തകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ്. അത് അൽഹംദുലില്ലാ വിസ്ഡം സ്റ്റുഡൻസിന് അത് സാധിക്കുന്നുണ്ട്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ആമീൻ ആമീൻ. അൽഹംദുലില്ലാ. അസർ അബ്ദുൾ റസാഖ്, നമ്മുടെ സമയം, ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിച്ചതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ നമുക്കിപ്പോൾ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സ്റ്റുഡൻസ് വിങ് കുട്ടികളെ എങ്ങനെ ഒരുമിച്ചിരുത്തുന്നു എന്നുവരെ നമ്മളെത്തി. ഇനി അവരുടെ ഇടയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്താണെന്നും അതെങ്ങനെ നിങ്ങൾ പരിഹരിക്കുന്നു എന്നതൊക്കെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ തുടർച്ച ഇതിൽ വേണം. ശ്രോതാക്കളോടാണ് പറയാനുള്ളത്, ഈ എപ്പിസോഡിൻ്റെ ബാക്കി കുട്ടികളിൽ വരുന്ന പ്രയാസങ്ങൾ എന്താണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബഹുമാന്യനായ അസർ അബ്ദുൾ റസാഖിൽ നിന്നും കേൾക്കാം. അതുവരേക്കും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.